മഞ്ചേശ്വരത്ത് കെ.ആർ. ജയാനന്ദ LDF സ്ഥാനാർത്ഥി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഷാനവാസ് പാദൂർ മത്സരിച്ചാൽ BJPക്ക് അനുകൂലമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റി മഞ്ചേശ്വരത്തെ സാഹചര്യം ചർച്ച ചെയ്യാൻ ജില്ലാ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ പൂപ്പറമ്പ, ഷാനവാസ് പാദൂറിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. പക്ഷേ BJPക്ക് അനുകൂലമാകും, അതായത് ഒരു ടൈറ്റ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതുകൊണ്ട് ഈ തീരുമാനം ഇപ്പോൾ എത്തുന്നത് കെ.ആർ. ജയാനന്ദയിലേക്കാണ്, അല്ലേ? ശ്രുതി, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തീരുമാനമാണ് CPIMന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ ഇന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൽ തന്നെ വലിയ ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, തുളു അക്കാദമി ചെയർമാൻ കൂടിയായിട്ടുള്ള കെ.ആർ. ജയാനന്ദ LDF സ്ഥാനാർത്ഥിയാകും എന്ന തീരുമാനമാണ് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉൾപ്പെടെ പങ്കെടുത്ത യോഗമാണ്. ഈ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPIM പരിഗണിക്കുന്നത് ഷാനവാസ് പാദൂർ, അതായത് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുൻ കോൺഗ്രസ് നേതാവാണ്, ഷാനവാസ് പാദൂരിനെയാണ് എന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. ഷാനവാസ് പാദൂർ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നേരത്തെ ആദ്യഘട്ടത്തിൽ CPIM വിലയിരുത്തുകയും ചെയ്തിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത ആദ്യഘട്ടത്തിൽ നൽകിയ പേരിൽ ഒന്നാമത്തെ പേരും ഷാനവാസ് പാദൂരിൻ്റെയാണ്. അതോടൊപ്പം തന്നെ കെ.ആർ. ജയാനന്ദയുടെ പേരും നൽകിയിരുന്നു. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്തപ്പോൾ അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി. അതിൽ പ്രധാനമായും വിലയിരുത്തിയത് ഷാനവാസ് പാദൂർ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പോലും വലിയ വോട്ടുകൾ നേടാൻ കഴിയും. പക്ഷേ അതിലൂടെ മാത്രം മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDFന് വിജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ? അങ്ങനെ വോട്ടുകൾ പിടിച്ചാൽ അത് അനുകൂലമാവുക BJPക്കായിരിക്കില്ലേ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് BJPക്ക് അനുകൂലമായി മാറും എന്ന വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയിലുമുണ്ട്. അതുകൊണ്ടാണ് ഒരു അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയിൽ ഉണ്ടാവാതിരുന്നത്. ഇതിൽ മഞ്ചേശ്വരത്തെ സാഹചര്യം വിലയിരുത്തിയ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ജില്ലാ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷം പേരും ഈ അഭിപ്രായം, ഇത്തരമൊരു ചർച്ചയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് ഷാനവാസ് പാദൂരിനെ പരിഗണിക്കുന്നു എന്ന വിവരം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ UDF വലിയ രീതിയിൽ മണ്ഡലത്തിൽ ഇത് BJPയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് CPIM ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നതെന്ന് രാഷ്ട്രീയ പ്രചാരണം നടത്തി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി പൊതുവെ അങ്ങനെ വിലയിരുത്തപ്പെടുകയും ചെയ്തു. അത് സംസ്ഥാന തലത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ CPIM മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ K. സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. കെ.ആർ. ജയാനന്ദ മത്സരിക്കുമെന്നൊരു തീരുമാനത്തിലേക്കാണ്. ഇനിയിപ്പോൾ മഞ്ചേശ്വരം മണ്ഡല കമ്മിറ്റി അതിൽ അംഗീകാരം നൽകുകയും ചെയ്യും. ഓക്കെ, വ്യക്തമാണ്. മഞ്ചേശ്വരത്ത് കെ.ആർ. ജയാനന്ദയുടെ പേരാണ് LDFൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാനാർത്ഥിയാവുക. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.